ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കിഴങ്ങ് കൃഷിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ആഴ്ചയിട്ടുണ്ട്. ഇതിൽ കൂടി ഞാനൊരു കുഴി എടുക്കട്ടെ. ഒരു കുഴി എടുക്കട്ടെ. നല്ലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലാണ് പണിയെടുക്കേണ്ടത്. കണ്ട, ഒരു നല്ലൊരു കുഴി എടുക്കുക. ഇതേപോലെ ഒരു കുഴി എടുത്തിട്ട് കിഴങ്ങ് നല്ലോണം തോലും വളവും നിറച്ച് കൊടുക്കണം. നിറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ആ കുഴീൻ്റെ അകത്ത് നിറച്ച് കൊടുത്തിട്ട് വേണം ഇത് നടാൻ. കണ്ടില്ലേ, ഇതാ കണ്ടല്ലോ, ഇതിനകത്ത് അത്തിരി ഓട്ടിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉണ്ട്. ഇതാ എന്നാലും സാരമില്ല. കണ്ടില്ലേ, ഇതേപോലെ നല്ല വൃത്തിയിലെടുക്കുക. അതിന് ശേഷം നല്ലൊരു കുഴി എടുക്കുക. നല്ല വീതിയിൽ വേണം. നല്ലോണം തോലും വളവും നിറക്കണം. അതിനാണ് കുഴി എടുക്കുന്നത്. കണ്ടില്ലേ, അല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് തോല് നിറക്കണം. കണ്ടില്ലേ, ഇതേപോലെ തോല് നിറക്കാതെ ഇതെല്ലാം വാരി നിറക്കാൻ പറ്റും. കണ്ടാ, ഇതിൻ്റെ വാഴത്തടേൻ്റെ ഇതെല്ലാം വാരിയിടാം. കണ്ടാ, അടിയിലത് വാരിയിട്ടു. പിന്നെ അതിന് ശേഷം ഇതെല്ലാം വാരിയിടട്ടെ. ഇതാ ഈ കാടും പടലും എല്ലാം ഉണക്ക കരിയിൽ എല്ലാം വാരിയിട്ട് നിറക്കുക. കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ അടിയുണ്ട് കുറേ, അതിങ്ങോട്ട് വാരിയെടുക്കട്ടെ. ഇതെല്ലാം തോല് അങ്ങനെ മുറിച്ചിട്ട് തന്നെ തോലാണ്. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് വാരി നിറക്കണം. ഉണ്ടല്ലേ, ഇതേപോലെ വാരി നിറക്കുക. അതിന് ശേഷം ബാക്കി കുറേ പുല്ലും കാടും എല്ലാം കൂടി ഇടാനുണ്ട്. അതും കൂടി ഇടാം. ഇവിടെ കൊണ്ടച്ചതുണ്ട് കുറച്ച്, അതും കൂടി ഇട്ടേ. നിങ്ങൾക്ക് ഇതും കൂടി ഇട്ട് തരാം. കണ്ടാ, ഈ തോലും കൂടി ഇതിൻ്റെ മേലെ ഞാൻ വാരിയിട്ടെ. തോല് കണ്ടാ, ഇതേപോലെ തോല് നല്ലപോലെ തോലും വളവും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിഴങ്ങാക്കി എടുക്കാൻ കഴിയും. ഇപ്പം അത്ര മതി. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മേലെ കുറച്ച് വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി എടുത്തേ. വേപ്പ് പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, കുറച്ച് ചാരം ഇടട്ടെ. കാണുന്നില്ലേ, എന്നിട്ട് കുറച്ച് ചാരം ഇതിൻ്റെ മേലെ കുറച്ച് ചാരം ഇട്ടു. അതിന് ശേഷം കുറച്ച് എല്ലുപൊടി ഇട്ടു. ഇതാ എല്ലുപൊടി, കുറച്ച് എല്ലുപൊടി. ഇത് നല്ലോണം കിഴങ്ങ് ഇനി കേട് വരില്ല. നല്ലോണം കിഴങ്ങ് ചെയ്യുകയും ചെയ്യും. അതിനാണ് ഇത് ആദ്യം തന്നെ വളം നമ്മൾ നല്ലപോലെ കൊടുക്കുന്നത്. വേര് തെഴുത്ത് വരുമ്പോൾ തന്നെ വേരോടെ പൊടിച്ചിട്ട് ഇങ്ങ് വരും. ആ സമയത്ത് നമുക്കിനിയിപ്പോൾ ഇത് രണ്ടാം പണി എടുക്കുമ്പോൾ മറ്റുള്ള വളങ്ങളെല്ലാം കമ്പോസ്റ്റ് വളമോ അതും ഇതെല്ലാം കൊടുക്കാം നമുക്ക്. ഇതിപ്പം തൽക്കാലം ഞാൻ ഇത് പൊട്ടി മൂടട്ടെ. മൂടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ കൊത്തി മൂടട്ടെ. ഇതേപോലെ കൊത്തി മൂടട്ടെ. ഇതുപോലെ കൊത്തി മൂടട്ടെ. മൂടിയിട്ട് വേണം, കാല് ചെരുപ്പിടാൻ കഴിയുന്നില്ല. കണ്ടല്ലോ, ഇതുപോലെ
ഇത് കൊത്തി മൂടിട്ട് നല്ലപോലെ വണ്ണത്തിൽ കൊത്തി മൂടിക്കഴിഞ്ഞാൽ നല്ലപോലെ കിഴങ്ങ് ആദ്യം വരുമ്പം തന്നെ കിഴങ്ങ് ഉഷാറോടെ വരണം. എന്നാൽ കിഴങ്ങ് നല്ലപോലെ ഉണ്ടാവും. കണ്ടാ ഇതില്ലേ ഇതേപോലെ കിഴങ്ങ് നല്ലൊരു കുതിരാക്കി ഉണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് കിഴങ്ങ് എടുത്തിട്ട് ഇനിയത്തെ പണിയാണ് നമുക്കുള്ള പണി. അത് ഞാൻ കാണിച്ചു. ഇതിപ്പം കണ്ടല്ലോ, ആയിട്ടില്ല, കണ്ടില്ല കണ്ടാ. ഇതിപ്പോൾ ഇതിന് ചുറ്റും വരഞ്ഞിട്ട് ഇതിൻ്റെ ഈ തോല് ഇങ്ങനെ ചൊരണ്ടിയിട്ട് കളയാണ്ട. ഈ തോലിങ്ങനെ വട്ടത്തിൽ ചൊരണ്ടിയിട്ട് കളയാണ്ട. കണ്ടല്ലോ, ഇത് കണ്ട. ഇതേപോലെ കളഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് രണ്ട് മുട്ട് താഴെ വെച്ചിട്ടുണ്ട്. അതിന് മേലെയാണ് ഇത് വെക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ കാത്തു കൊടുക്കുക. അതിന് നല്ലോണം കുഴി എടുത്തിട്ടുണ്ട് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിനാണ് കുഴി എടുത്തിട്ട് മുക്കുന്നത്, ആ കുഴിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളിതിപ്പോൾ ഇതേപോലെ സാധാരണ നടുമ്പോലെ നടുക. ഉണ്ടാ അത് മുങ്ങണം, ചെറുങ്ങനെ മുങ്ങിയാൽ മതി, ഒരുപാട് മുങ്ങണ്ട. അത് മേലെ ആക്കറ് നന്ന മേലെയായാലും അടിയിൽ ഇതല്ലേ. എന്താ ഇതേപോലെ ഉണങ്ങിപ്പോറും പോവും. അതുകൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ മുങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് തേറ്റ് വരും, മേലേലും വരും. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടാ ഇപ്പം കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഈ ഒരു രീതി നല്ലോണം കിഴങ്ങ് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഞാനൊരു ഇവിടെ പോയാലും പഠിച്ചതാണ്. എറണാകുളം ഒരു ക്ലാസ്സിന് പോയിനായിരുന്നു, ഒരു എക്സിബിഷന് പോയിനായിരുന്നു. കൃഷിഭവൻ്റെ അവർ വിളിച്ചിട്ട് അവർ കൂട്ടിയിട്ട് പോയിനായിരുന്നു. ആ സമയത്ത് പഠിച്ചതായത്, ആടിന് കാണിച്ചു തന്നതായത്. അങ്ങനെയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ഇതുപോലെ നിങ്ങളും ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരുക. ഒന്ന് ഞാൻ വേറെ ഇത് എടുത്ത് വെച്ചു. ആദ്യം ഇത് എടുത്തതായിരുന്നു, ഇനി സൗണ്ട് കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് എടുക്കേണ്ടി വന്നു. ഇത് ഞാൻ ആദ്യം എല്ലാം നല്ല സ്പഷ്ടമായിട്ട് കാണിച്ചതായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമതാണ്, ഞാൻ രണ്ടാമത് എടുക്കേണ്ടി വന്നു. രണ്ടാമതും കൂടി ഞാൻ ചെയ്തു. അങ്ങനെ അതുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക.